നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പത്തിന്റെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിന്റെയും ബ്രെഡിന്റെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കുറുമയാണ്. സാധാരണ നമ്മൾ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാറുണ്ട്, ചിക്കൻ കുറുമ ഉണ്ടാക്കാറുണ്ട്, മിക്സ്ഡ് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇത് നമ്മുടെ കാബൂളി ചന ഉണ്ടല്ലോ, വെളുത്ത കടല, ആ കടല ഉപയോഗിച്ചിട്ടാണ് ഈ കുറുമ ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം കുറുമയിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്, പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കുറുമയാണ് കേട്ടോ. എപ്പോഴും കടല നമ്മുടെ വീട്ടിലുണ്ടാവും, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും വീട്ടിലുള്ളത് തന്നെയാണ്. പുറമേ നിന്ന് നമ്മൾ വാങ്ങിക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ കറുത്ത കടലയിൽ ഈ കുറുമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല, വെളുത്ത കടലയ്ക്കാണ് ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു കടലയുടെ റെസിപ്പി തന്നെ നമ്മൾ പലതും ചെയ്തിട്ടുണ്ട് കേട്ടോ. കടല വറുത്തതാണെങ്കിലും, കടല റോസ്റ്റ് ആണെങ്കിലും, അതുപോലെ തന്നെ ചന്ന മസാല ആയിട്ടാണെങ്കിലും കടല ഉപയോഗിച്ച് കുറെ റെസിപ്പികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റെസിപ്പികളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കൂ, അതും എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ കുറുമയാണെങ്കിലും അപ്പത്തിന്റെയും ബ്രെഡിന്റെയും ഒക്കെ കൂടെ ചേർത്ത് കഴിച്ചു കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും കുറുമ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്നൊരു ലൈക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ കുറുമ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒന്ന് വാട്സാപ്പ് ചെയ്ത് തരിക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ കടല ഉപയോഗിച്ചുള്ള ഈസി കുറുമ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കുറുമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മുടെ കടല 8 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പീസ് പട്ട എടുത്തിട്ടുണ്ട്, 3 ഏലക്ക, 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് കാഷ്യൂനട്ട്, ഒരു 10 കാഷ്യൂനട്ട് വരെ എടുക്കാം. നമ്മൾ എത്ര കടല എടുക്കുന്നു എന്നുള്ളതനുസരിച്ച് കാഷ്യൂനട്ടിൻ്റെ അളവ് തീരുമാനിക്കുക. പിന്നെ തേങ്ങ ചിരവിയത്, 1 തക്കാളി, 2 സവോള. ഞാനിപ്പോൾ ഈ വലിപ്പത്തിലുള്ള സവോള ആയതുകൊണ്ടാണ് 2 എടുക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു വലിയ സവോള എടുത്താലും മതി. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് അത്യാവശ്യം കൂടുതൽ വേണം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ പച്ചമുളകിന്റെ എരിവാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയോ കുരുമുളകോ ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് പച്ചമുളകിന്റെ എരിവെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ കുറച്ച് മല്ലിയില, നമുക്ക് ഫൈനൽ ഗാർണിഷിങ്ങിനായിട്ട് മാത്രം കുറച്ച് മല്ലിയില, ഒരു 8 മുതൽ 10 അല്ലി വരെ വെളുത്തുള്ളി എടുക്കാം. കൂടുതൽ വെളുത്തുള്ളി ചേർക്കണമെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇഞ്ചി ഒരു വലിയ പീസ് തന്നെ എടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർക്കണം കേട്ടോ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില, നമ്മൾ സാധാരണ എല്ലാ കറികളിലും ചേർക്കുന്ന പോലെ. പിന്നെ ബാക്കി പൊടികളൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ഈ കടലയൊന്ന് ഉപ്പ് മാത്രം ചേർത്ത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു 5 വിസിലുണ്ടെങ്കിൽ കുക്കായി കിട്ടുള്ളൂ കേട്ടോ കുക്കറിൽ. ഞാൻ എടുത്തിരിക്കുന്ന കടല, അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ കടല കുക്കായി കഴിഞ്ഞു. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഉണ്ടല്ലോ, കാഷ്യൂനട്ടും അതുപോലെ തന്നെ പെരിഞ്ജീരകവും ഇത്രയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കാം. നമ്മുടെ കടല കുക്കായി, പ്രഷർ പോയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക കേട്ടോ. നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് നമ്മുടെ ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ ഒരു ബേ ലീഫ് ചേർത്തിട്ട് നമ്മൾ കുറുമ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി തുടങ്ങിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, വെളുത്തുള്ളിയും നമ്മളൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈനലി ചോപ്ഡ് അല്ല. അതുപോലെ തന്നെ സവോള നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴച്ചെടുക്കുക. നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയി പോകണ്ട, അതിനേക്കാൾ തൊട്ട് മുന്നേ ആയിട്ടുള്ള ഭാഗം ഒന്ന് സവാള കുക്കായി വരണം.
ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. മല്ലിയില മാത്രം നമ്മൾ അവസാനമാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. നമ്മൾ കടല കുക്ക് ചെയ്യാൻ വെച്ചത് ഉപ്പ് ചേർത്തിട്ടാണ്, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുക. ഇനി സവോളയൊന്ന് കുക്കായി വരട്ടെ. അധികം അങ്ങോട്ട് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറുമയുടെ കളർ തന്നെ മാറിപ്പോവും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഫ്ലെയിം കുറയ്ക്കുക. നിങ്ങൾക്ക് കുറുമയുടെ കളർ തീരുമാനിക്കാം. ഞാനിപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡുള്ള കുറുമയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. വൈറ്റ് കളർ മതി കുറുമയ്ക്കുന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒഴിവാക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയുടെ റോ സ്മെല്ലും റോ ടേസ്റ്റും ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ 1.5 കപ്പ് കടലയ്ക്കുള്ള അളവുകളാണ് കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ പൊടികളുടെയും. മല്ലിപ്പൊടിയും ഒന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉള്ളതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. ഓരോ പൊടികളും ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചൂടായി വരട്ടെ പൊടികൾ. പിന്നെ നമ്മൾ കുറച്ച് സമയം ഇളക്കി കൊടുക്കേണ്ടി വരും കേട്ടോ പൊടികൾ കറക്റ്റായിട്ട് കുക്കായി വരാനായിട്ട്. എങ്കിലും പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് ഓരോ പൊടികളും ചേർത്തിട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികൾ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തക്കാളി ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ആ തക്കാളിയും കൂടി ചേർത്തിളക്കുക. തക്കാളി നന്നായിട്ട് അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട കേട്ടോ. തക്കാളി ഒന്ന് ഇടയ്ക്ക് കാണാൻ പറ്റണം, അപ്പോൾ കുറുമ കാണാനൊരു ഭംഗി ഉണ്ടാവും. പിന്നെ കുഴഞ്ഞ് ഇരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉടഞ്ഞു പോകുന്ന രീതിയിലല്ല, ഒന്ന് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിനി കടല ചേർത്ത് കഴിയുമ്പോൾ കടലയും കൂടി മിക്സായിട്ട് തക്കാളി ഒന്നുകൂടി കുക്കായിക്കോളും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടല ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഈ കടല ഇതിലൊന്ന് ഈ മസാലയിൽ കിടന്നിട്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കടലയിലേക്ക് ആ പച്ചമുളകിൻ്റെ എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തിളക്കട്ടെ എന്ന് പറയുന്നത്. അധികം സമയം വേണ്ട, ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അപ്പോൾ ഇതിൽ മുളക് പൊടി ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം മുളക് പൊടിക്ക് പകരമായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഹോൾ സ്പൈസസ് എണ്ണയിലേക്ക് ഇട്ടില്ലേ, അപ്പോൾ ഒരു 8-10 കുരുമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കുറുമ ഉണ്ടാക്കാം. കളറിൻ്റെ വ്യത്യാസം വരും എന്ന് മാത്രമേ ഉള്ളൂ ഓരോ പൊടികൾ ആഡ് ചെയ്യുന്നതനുസരിച്ച്. ഇപ്പോൾ നമ്മുടെ കടല ഇതുപോലെ തിളച്ച് തുടങ്ങി. നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റും റോ സ്മെല്ലൊക്കെ മാറി വരണം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളിതിലേക്ക് വെള്ളം ചേർക്കുകയാണെങ്കിൽ തന്നെ ചൂടുവെള്ളം മാത്രം ചേർക്കാം കേട്ടോ. പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറും. ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഒന്ന് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നല്ല സൂപ്പർ കളർഫുൾ ആയിട്ടുള്ള കുറുമ റെഡി ആയി തുടങ്ങി. പക്ഷേ ഫൈനലായിട്ടില്ല കേട്ടോ. ഇതൊന്ന് കുറുകി വരണം. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയുടെ കാഷ്നട്ടിൻ്റെ ഒക്കെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പോൾ കളർ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള കളറല്ലേ. അപ്പോൾ നമുക്കിനി ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത്, ലോ ഫ്ലെയിമിലല്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നിട്ട് ഒന്ന് തിളച്ച് കുറുകട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് നിങ്ങൾ ഇനി വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ഒന്ന് കുറുകി വരും. ഇത് നമ്മൾ കാഷ്നട്ട് അരച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ തീരുമാനിക്കാൻ വെള്ളത്തിൻ്റെ അളവ്, ഗ്രേവിയുടെ അളവ്.
ഉപ്പുണ്ട്, എരിവുണ്ട് ആവശ്യത്തിന്. എരിവ് ആവശ്യത്തിനല്ല, നല്ല എരിവുണ്ട്. നമുക്ക് അപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനുണ്ട് ഈ കുറുമയ്ക്ക് ടേസ്റ്റ്. അപ്പത്തിനും പൊറോട്ടയ്ക്കും എല്ലാം പറ്റും, പക്ഷെ കൂടുതൽ അപ്പത്തിനും ബ്രെഡിനുമാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ അപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെയും കൂടെ കഴിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പത്തിനും ബ്രെഡിനും ചെറിയ മധുരമല്ലേ, അപ്പോൾ കുറച്ചധികം എരിവുള്ളതാണ് ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പച്ചമുളക് ചേർത്തത്. അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറുമ തിക്കായി തുടങ്ങി. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് അവസാനം കുറച്ച് മല്ലിയില, വളരെ കുറച്ച് മല്ലിയിലേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുറുമ റെഡിയായി. അപ്പോൾ നമ്മുടെ കുറുമ ദാ നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്, ഒരു 1-2 തണ്ട് മല്ലിയില. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.